ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ലൈം എന്നുള്ള ടോപ്പിക്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പാണുള്ള ലൈം: ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം ആൻഡ് പുവർ ലൈം. ഓക്കെ, ഈ 3 ടൈപ്പാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം എന്നത് എന്താണ്? ഇതിനെ നമുക്ക് വിളിക്കുന്ന മറ്റ് പേരുകളാണ് ഹൈ കാൽഷ്യം ലൈം, പ്യുവർ ലൈം, റിച്ച് ലൈം ഓർ വൈറ്റ് ലൈം. ഓക്കെ, നമ്മൾ ഈ ഫാറ്റ് ലൈമിനെ വിളിക്കുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ഹൈ കാൽഷ്യം ലൈം, പ്യുവർ ലൈം, റിച്ച് ലൈം, വൈറ്റ് ലൈം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ മറ്റു പേരുകൾ. ഈ ഹൈ കാൽഷ്യം ലൈം എന്ന് പറഞ്ഞാൽ അതിൽ പെർസെൻറ്റേജ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്, ലൈമിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും, അതിൽ ലെസ് ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. ഏതിലാണ്? ഹൈ കാൽഷ്യം ലൈമിലാണെങ്കിൽ ഹൈ പെർസെൻറ്റേജ് ഓഫ് CaO ആയിരിക്കും, ലെസ് ഇമ്പ്യൂരിറ്റീസ്. ഇനി പ്യുവർ ലൈം എന്ന് പറഞ്ഞാലോ? പ്യുവർ ലൈം എന്ന് പറഞ്ഞാൽ അതിൽ നോ ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, പ്യുവർ ലൈമിൽ നോ ഇമ്പ്യൂരിറ്റി, പ്യുവർ ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി റിച്ച് ലൈം എന്ന് പറഞ്ഞാൽ വെരി ലെസ് ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, വെരി ലെസ് ഇമ്പ്യൂരിറ്റി ഉള്ളത് റിച്ച് ലൈം. ഓക്കെ, ഇനി ഈ ഫാറ്റ് ലൈമിന്റെ പ്രത്യേകത ഇതെന്ന് പറയുന്നത് വിഗറസ് ആയിട്ട് സ്ലേക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ സ്ലേക്കിങ്ങിന്റെ സമയത്ത് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 2 to 2.5 ടൈംസ് ദാറ്റ് ഓഫ് ക്വിക്ക് ലൈം വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ക്വിക്ക് ലൈമിന്റെ വോളിയം എത്രയാണോ അതിൽ നിന്നും 2 to 2.5 ടൈംസ് എന്ത് ചെയ്യും? ഈ ഫാറ്റ് ലൈമിന്റെ വോളിയം എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. ദെൻ നമ്മൾ ഈ ഫാറ്റ് ലൈം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കാൽസൈനിങ് കമ്പാരിറ്റീവ്ലി പ്യൂർ കാർബണേറ്റ് ഓഫ് ലൈം. പ്യൂർ കാർബണേറ്റ് ഓഫ് ലൈമിനെ കാൽസിനേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാറ്റ് ലൈം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിൽ 95% കാൽഷ്യം ഓക്സൈഡ് ആയിരിക്കും, പിന്നെ ലെസ് ദാൻ 5% ആയിരിക്കും ഇമ്പ്യൂരിറ്റീസ് വരുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ സ്ട്രെങ്ത് ഉള്ള കൺസ്ട്രക്ഷൻസ് ഒന്നും നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല, ഫാറ്റ് ലൈം യൂസ് ചെയ്യാറില്ല. ഓക്കെ, നോട്ട് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻസ് ഇൻവോൾവിംഗ് ഹൈ സ്ട്രെങ്ത്. ഇനി ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് ഇതെന്ത് ചെയ്യും? സെറ്റ് ആവും, ഹാർഡൻ ആവും. ഫാറ്റ് ലൈമിന്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇത് ഹാർഡൻ ആവുന്നത് വെരി സ്ലോ ആണ്. ഹാർഡനിങ് പ്രോസസ് എന്ന് പറയുന്നത് വെരി സ്ലോ ആണ്. എന്നാൽ ഇതിന് ഹൈ ഡിഗ്രി ഓഫ് പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. പിന്നെ ഇത് വാട്ടറിൽ സോളബിൾ ആണ്. ഫാറ്റ് ലൈം എന്ന് പറയുന്നത് വാട്ടറിൽ സോളബിൾ ആണ്. ഇതിന്റെ പെർഫെക്റ്റ് വൈറ്റ് കളറാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഇറ്റ് സെറ്റ് സ്ലോലി ഇൻ പ്രസൻസ് ഓഫ് എയർ. ഹാർഡൻ ആവുന്നതും സെറ്റ് ആവുന്നതും സ്ലോ ആയിട്ടായിരിക്കും. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ആവുന്നത്, ഹാർഡൻ ആവും. പക്ഷെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ലോ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാറ്റ് ലൈമിൽ പഠിക്കണം. നിങ്ങൾ എങ്ങനെയും ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഏത് ലൈമാന്ന് ചോദിക്കാം. ഓക്കെ, അടുത്ത് വരുന്നത് ഇതിന്റെ യൂസ് ആണ്. ഫാറ്റ് ലൈം നമ്മൾ എന്തിനൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിക്കാം. വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിംഗ് വാൾസിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഫാറ്റ് ലൈം ആണ്. ഓക്കെ, വൈറ്റ് വാഷിങ്, പ്ലാസ്റ്ററിംഗ് വാൾസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫാറ്റ് ലൈം ആണ്. ഇനി സാൻഡ് ലൈമും കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മോട്ടാർ എന്ന് പറയുന്നത് നമ്മൾ തിൻ ജോയിന്റ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ സുർക്കിയും ലൈമും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന മോട്ടാർ നമ്മൾ തിക് മേസൺറി വാൾസിലും ഫൗണ്ടേഷനിലും യൂസ് ചെയ്യാം. ഇനി സുർക്കി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പൗഡർ ഒബ്റ്റൈൻഡ് ബൈ ഗ്രൈൻഡിങ് ഓഫ് ദ ബേൺഡ് ബ്രിക്ക്. ബേൺഡ് ബ്രിക്കിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന പൗഡറിനെയാണ് സുർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഈ സുർക്കിയും ലൈമും ചേർത്ത് നമ്മൾ മോട്ടാർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിക് മേസൺറി വാൾസിലും ഫൗണ്ടേഷനിലും യൂസ് ചെയ്യാം. അടുത്ത് വരുന്നത് നമ്മുടെ ഹൈഡ്രോളിക് ലൈമാണ്. ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാട്ടർ ലൈം എന്ന് വിളിക്കും. ഇതെന്ന് പറഞ്ഞു അണ്ടർ വാട്ടറിൽ എന്തെങ്കിലും സെറ്റ് ആവും. ഇനി ഇതിലെ പെർസെൻറ്റേജ് ക്ലേയുടെ അടിസ്ഥാനത്തിൽ ഈ ഹൈഡ്രോളിക് ലൈമിനെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം, എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം. ഇങ്ങനെ 3 ആയിട്ട് ഹൈഡ്രോളിക് ലൈമിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് ക്ലേ. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ്, ക്ലേ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിൽ 5 to 10% ആണ്. ദെൻ 11 to 20% മോഡറേറ്റ് ഹൈഡ്രോളിക് ലൈമിൽ ക്ലേ കണ്ടന്റ് ഉണ്ട്. 21 to 30% എമിനന്റ് ഹൈഡ്രോളിക് ലൈമിൽ ക്ലേ കണ്ടന്റ് ഉണ്ട്. ഇനി സ്ലേക്കിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്, സ്ലേക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ്. അതായത് സ്ലേക്കിംഗ് എന്ന് പറയുന്നത് ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ സ്ലേക്ക് ആവും. മോഡറേറ്റിലാണെങ്കിൽ 1 or 2 hours എടുക്കും. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിലാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. സെറ്റിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിൽ 3 വീക്കോ കൂടുതലോ എടുക്കും. മോഡറേറ്റ് ഹൈഡ്രോളിക് ലൈമിലോ 1 വീക്കോ കൂടുതലോ, അല്ലെങ്കിൽ എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിൽ ഇൻ എ ഡേ ഓർസോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ക്ലേ കണ്ടന്റ് കൂടുന്തോറും നമ്മുടെ സ്ലേക്കിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. സ്ലേക്കിംഗ് ആക്ഷൻ നടക്കാൻ പാടായിരിക്കും. എന്നാൽ സെറ്റിംഗ് ആക്ഷനോ പെട്ടെന്ന് നടക്കും. ക്ലേ കണ്ടന്റ് കൂടുന്തോറും സെറ്റിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കും.
ഇനി ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത് ഇതിൽ ഫീബിളി ഹൈഡ്രോളിക് ലൈം ഫീബിൾ ആണ്, ഈ പേര് പോലെ തന്നെ മോഡറേറ്റ് ആണ്, എമിനന്റ്ലി എമിനന്റ് ആണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഇത് യൂസ് ചെയ്യുന്നത് ഫീബിളി ഹൈഡ്രോളിക് ലൈം ആണ് നമ്മൾ എന്താണ് റീസണബിളി സ്ട്രോങ് മോട്ടാറൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഏത് യൂസ് ചെയ്യും, ഫീബിളി ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യും. അതായത് അതിൽ ക്ലേ കണ്ടന്റ് വളരെ കുറവാണ്. ഓർഡിനറി മേസൺറി വർക്കിന് നമ്മൾ ഏതാണ് ഫീബിളി ഹൈഡ്രോളിക് ലൈം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ സ്ട്രോങ് മോട്ടാർ പ്രിപ്പയർ ചെയ്യാനാണ് മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ സുപ്പീരിയർ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ മേസൺറി വർക്കിനൊക്കെ നമ്മൾ മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യും. പിന്നെ ഓർഡിനറി സിമെന്റിന് സിമിലർ ആണ് നമ്മുടെ എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡാം പ്ലേസസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് അറിയേണ്ടത് ഹൈഡ്രോളിക് ലൈമിൽ വിത്ത് അബൌട്ട് 30% ഓഫ് ക്ലേ ഹൈഡ്രോളിക് ലൈം റിസംബിൾസ് നാച്ചുറൽ സിമെന്റ്. ഓക്കെ, ഒരു 30% ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സിമെന്റിനെ റിസംബിൾ ചെയ്യും. ഇനി ഇത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ലൈം സ്റ്റോണിനെ 5 to 30% ക്ലേ ഉള്ള ലൈം സ്റ്റോണിനെ എന്ത് ചെയ്യുന്നു, കാൽസിനേഷൻ വഴിയാണ് ഹൈഡ്രോളിക് ലൈം. ഒരു മിനിറ്റ്. It is obtained from limestones containing clay to the extent of about 5 to 30% and some amount of ferrous oxide. Okay, ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, limestone containing clay to extent of 5 to 30% clay ഉണ്ട്, പിന്നെ അതിൽ കുറച്ച് എമൗണ്ട് ഫെറസ് ഓക്സൈഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഹൈഡ്രോളിക് ലൈം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് സ്ലേക്ക് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മാത്രമേ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫാറ്റ് ലൈമിൽ എന്തായിരുന്നു വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്, നമ്മുടെ ക്വിക്ക് ലൈമിനേക്കാളും 2 to 2.5 ടൈംസ് ആയിരുന്നു വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സ്ലൈറ്റ് ആയിട്ട് മാത്രമേ വോളിയം ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ഇനി ഈ ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫോംസ് ക്രിസ്റ്റൽസ് ഓഫ് ഹൈഡ്രേറ്റഡ് ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആൻഡ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. അപ്പൊ ഇത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും, ക്രിസ്റ്റൽസ് ഓഫ് ഹൈഡ്രേറ്റഡ് ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആൻഡ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യും. ഇനി ഇതെന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ആവത്തില്ല. ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ആവത്തില്ല. എന്നാൽ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് സോളബിൾ ഇൻ വാട്ടർ ആയിരുന്നു. ഓക്കെ, ഇനി പൂവർ ലൈം എന്ന് പറയുമ്പോഴത്തേക്കും ഇംപ്യൂർ ലൈം അല്ലെങ്കിൽ ലീൻ ലൈം എന്നൊക്കെ നമ്മൾ ഈ പൂവർ ലൈമിനെ വിളിക്കും. ഓക്കെ, ഇംപ്യൂർ ആയിട്ടുള്ള ലൈം ഏതാണ്, പൂവർ ലൈമാണ്. ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ലൈം ഏതാണ്, ഫാറ്റ് ലൈം ആയിരുന്നു. ഇനി ഇതിൽ മോർ ദാൻ 30% ക്ലേ ആയിരിക്കും. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ സ്ലേക്ക് ചെയ്യുന്ന ഭയങ്കര സ്ലോ ആണ്, പക്ഷെ ഇതെന്ത് ചെയ്യത്തില്ല, വാട്ടറിൽ ഡിസോൾവ് ആവത്തില്ല. ഇനി ഇതെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യും ഹാർഡൻ ചെയ്യും ബട്ട് വെരി സ്ലോലി. പൂവർ ലൈം എന്ന് പറയുന്നത് സെറ്റ് ചെയ്യാൻ ഹാർഡൻ ചെയ്യുന്നത് എപ്പോഴാണ്, സ്ലോലി ആയിട്ടാണ്. വെരി പുവർ മോട്ടാറാണ് നമുക്ക് ഇതുവഴി കിട്ടുന്നത്. മോർട്ടാറാണ് കേട്ടോ ഇവിടെ. വെരി പുവർ മോട്ടാറാണ് നമുക്ക് ഈ പൂവർ ലൈം വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇൻഫീരിയർ ടൈപ്പ് ഓഫ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൂവർ ലൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ വീഡിയോസ് ഞാൻ ചിലപ്പോൾ ഇടയ്ക്കുന്നുള്ള പോർഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും വീഡിയോ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ വീഡിയോസിന്റെ ലിസ്റ്റ് എടുത്ത് കാണാണ്ട് പ്ലേലിസ്റ്റ് തന്നെ പ്ലേ ചെയ്ത് കാണുക. അതാകുമ്പോൾ കറക്റ്റ് ഓർഡറിലാണ് പ്ലേലിസ്റ്റ് കിടക്കുന്നത്. സോ ആ പ്ലേലിസ്റ്റ് തന്നെ എടുത്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.